അടുത്തൊരു യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും. DB എന്നെ ചതിച്ചു ഗൈസ്. എൻ്റെ ട്രെയിൻ ക്യാൻസലായി. എൻ്റെ ഫുൾ ഡേ ക്ലാസ് ആണെങ്കിൽ എപ്പോഴാണ് ജോലിക്ക് പോകുന്നതെന്നുള്ളത്. ഹായ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു സെമിനാർ ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് യൂണിവേഴ്സിറ്റിയിൽ ഒരു സെമിനാർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടി പോവാണ്. അതുപോലെ തന്നെ ക്ലാസ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ഓൾറെഡി യൂണിവേഴ്സിറ്റി ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അടുത്തൊരു യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും. നമുക്ക് നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള സെമിനാർ തന്നെയാണ് കേട്ടോ. നമുക്ക് 3 സെമിനാർ ഉണ്ട് നമ്മുടെ കോഴ്സിലായിട്ട്, ഓരോ സെമ്മിലായിട്ട്. അപ്പം ഒരെണ്ണം ഓൾറെഡി കഴിഞ്ഞ സെമ്മിൽ കഴിഞ്ഞു. ഇത് 2ാമത്തെ സെമിനാറാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി പോകാൻ വേണ്ടി പോവാണ്. ഇപ്പം സമയം വെളുപ്പിനെയാണ്. സമയം ഒരു 5 മണി ആയപ്പോഴത്തേക്ക് എണീറ്റു ഞാൻ. റെഡി ആയിട്ട് 5:40 ആകുമ്പോൾ എനിക്ക് ഇറങ്ങണം. എൻ്റെ മുഖത്ത് നല്ല ഉറക്കക്ഷീണുണ്ട് കേട്ടോ. കാരണം ഇന്നലെ ജോലി കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് വർക്കുകൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റിയിലേക്ക്. അപ്പോൾ അതെല്ലാം ചെയ്തിട്ട് കിടന്നപ്പം 1 മണിയായി. സോ എൻ്റെ ഉറക്കം ഒട്ടും ശരിയായിട്ടില്ല. അപ്പം എന്നിട്ട് പിന്നെ 5 മണിക്ക് എണീക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ഉറക്കത്തിൽ നിന്ന് ഞാൻ വിട്ട് വന്നിട്ടില്ല. അപ്പോൾ എണീറ്റിട്ട് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഉറക്കക്ഷീണം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അതാണ് ഒരു മ്ലാനത പോലെ ഉള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ ഉറക്കം വരുന്നുണ്ട് നല്ലോണം. സെമിനാറൊന്ന് കഴിഞ്ഞാൽ മതി എന്ന് വെച്ച് നിൽക്കുകയാണ്. അപ്പം നമ്മുടേതാണ് ആദ്യത്തെ സെമിനാർ വരുന്നത്. അപ്പോൾ അതാണ് ഒരു സമാധാനം. ആദ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ടിരിക്കാമല്ലോ. അപ്പം അങ്ങനെ. അപ്പോൾ നമുക്ക് ഒരുപാട് നേരം സംസാരിച്ച് കളയാനില്ല. വേഗം റെഡിയാവാം. ഞാൻ കുറച്ച് റെഡിയായി. ഡ്രസ്സൊക്കെ മാറണം, എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇതുപോലുള്ള വെളുപ്പിനെ മിക്കപ്പോഴും എനിക്ക് ഈ സെമ്മിൽ വെളുപ്പിനെയാണ് പോകേണ്ടി വരാറ്. അപ്പോൾ സമ്മർ ആയതുകൊണ്ട് വലിയ സീനില്ലാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. കാരണം വിൻ്റർ ആണെങ്കിൽ ഭയങ്കര തണുപ്പായിരിക്കും. ഇപ്പോഴും തണുപ്പുണ്ട് കേട്ടോ. വെളുപ്പിനെ സമയത്ത് തണുപ്പുണ്ട്. എന്നാലും ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് നമ്മൾ ഇരുട്ടത്ത് പോകുന്ന പോലെ ഒരു ഫീൽ ഉണ്ടാവില്ല. അതുകൊണ്ടിട്ട് ഒരു മോട്ടിവേഷനിലുള്ള അങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാനിപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ എന്തെങ്കിലും ഷെയ്ക്ക് പോലെയൊക്കെ അടിച്ചു കുടിക്കാറാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളതാ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം ഒന്നാമത് സമയമില്ല. അപ്പോൾ വേഗം പോയിട്ട് ഡ്രസ്സൊക്കെ മാറി ഞാൻ വരാം. എന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്താണ് കഴിക്കാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ. കിച്ചണിലേക്ക് പോകുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഷെയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം ഞാൻ പാലൊഴിക്കുന്നുണ്ട് ആദ്യം. അയ്യോ, പാൽ തീർന്നു. പക്ഷെ എൻ്റെ വേറെ പാലുണ്ട് കേട്ടോ. നമുക്ക് വേറെ പാലെടുത്തിട്ട് വരാം. ഓക്കെ, ഞാൻ അടുത്തതേ കണ്ട പുത്തൻ പാലിൻ്റെ പാക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി എനിക്ക് തീരാറായെന്ന് അറിയാമായിരുന്നു. അപ്പോൾ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തോരം ഒഴിച്ചു നോക്കട്ടെ. ഇത്രയും മതി കേട്ടോ തൽക്കാലം. ഇനി ഞാൻ പഴം ആഡ് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പഴം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഇങ്ങനെയല്ല ആഡ് ചെയ്യേണ്ടത് കേട്ടോ. ഇത് നൈറ്റിൽ തന്നെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അത് വേണം ആഡ് ചെയ്യാനായിട്ട്. പക്ഷെ ഇതൊന്നും ഇന്നലെ നടന്നില്ല. അപ്പോൾ പിന്നെ നമുക്ക് തൽക്കാലം ഇങ്ങനെ തന്നെ ഇടാം കേട്ടോ. ഇതൊക്കെ തട്ടിക്കൂട്ട് ഷെയ്ക്കാണ് കേട്ടോ. കാരണം ഒന്നും കഴിക്കാണ്ട് പോകുന്നതിനേക്കാളും നല്ലതല്ല എന്തെങ്കിലും കഴിച്ചിട്ട് പോകുന്നതെന്ന് ഓർത്തിട്ടാണ് എല്ലാം കൂടെ ചേർത്തൊരു പരുവം പോലെ കഴിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ചിയാ സീഡ് ഇടാം ഇതിലേക്ക്. എല്ലാം എൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ചിയാ സീഡ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതുമൊക്കെ സോക്ക് ചെയ്ത് തന്നെ ഇടേണ്ട സാധനങ്ങളാണ്. പക്ഷേ ഞാൻ ആകെ മൊത്തത്തിൽ കിളിപോയി നിൽക്കുകയാണ്. പകുതി ഉറക്കപ്പിച്ചിലൊക്കെയാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് ഇനി കുറച്ച് ബൂസ്റ്റും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. സാധാരണ ഞാൻ ഈന്തപ്പഴം ആഡ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ വേറെ മധുരങ്ങളൊന്നും ആഡ് ചെയ്യാറില്ല. വേറെ നല്ല മധുരമായിരിക്കും ഈന്തപ്പഴം ആഡ് ചെയ്യുമ്പോൾ തന്നെ. പക്ഷേ എൻ്റെ കയ്യിലില്ല, അത് തീർന്നു പോയി. ഞാൻ വാങ്ങാൻ മറന്നുപോയി. അപ്പോൾ തൽക്കാലം നമുക്ക് ബൂസ്റ്റ് ഇത്തിരി ഇടാം. അപ്പം ചെറിയൊരു കളറും ചെറിയൊരു മധുരവും വരുമല്ലോ. അതല്ലാതെ ഞാൻ മധുരം വേറെ ആഡ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഐറ്റംസ് എല്ലാം കൂടെ ഞാൻ ജാറിലേക്ക് ആക്കിയത്. ഇതാണ് എൻ്റെ ബ്ലെൻഡർ കേട്ടോ. അപ്പോൾ നമുക്കിനി ബ്ലെൻഡ് അപ്പം നമ്മൾ ഷേക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയൊന്നും അല്ല കേട്ടോ. സമയം ഉണ്ടെങ്കിൽ കുറേ കൂടെ സാധനങ്ങൾ ആഡ് ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ ലേറ്റായി. അപ്പോൾ നമുക്കിത് വേഗം കുടിച്ചിട്ട് പോകണം. പാലെടുത്തതും കൂടി പോയിട്ട് ഞാൻ ഇത്ര പാലൊന്നും ഇടാറില്ല. വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ ഒഴിക്കുന്നതുകൊണ്ടിട്ട് എന്തോരം ഒഴിച്ചെന്നൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ പഴവും കൂടെ ആഡ് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് കൂടുതലായി. റോബസ്റ്റ് പഴമാണ് കേട്ടോ ആഡ് ചെയ്തത്. ഇവിടെ അതാണുള്ളൂ. ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്.
അപ്പം പകുതി ഉറക്കപ്പിച്ചിൽ നിൽക്കുന്നതുകൊണ്ട് എന്തൊക്കെ ഇതിലിടണം എന്നൊന്നും ഒരു വെളിവൊന്നും ഉണ്ടായിരുന്നില്ല. കൈ കിട്ടിയത് പെട്ടെന്ന് തോന്നിയതൊക്കെ എടുത്തിട്ടു കേട്ടോ. അതല്ലാണ്ട് അതിൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഡേറ്റ്സ് ആഡ് ചെയ്യും, ഓട്സ് കുറച്ച് ആഡ് ചെയ്യും, പീനട്ട് ബട്ടർ ചിലപ്പോൾ എൻ്റെ മൂഡ് പോലെ ഇരിക്കും, പീനട്ട് ബട്ടർ ആഡ് ചെയ്യും, പിന്നെന്താ ആഡ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ അത്ര സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടാണ് കുടിക്കാറുള്ളത് കേട്ടോ. ഇന്നിപ്പോൾ എല്ലാം ആഡ് ചെയ്യാനൊന്നും സമയമില്ല. അപ്പോൾ ഇത് വേഗം കുടിച്ചിട്ട് ഇറങ്ങട്ടെ, എന്നാലാണ് ട്രെയിൻ കറക്റ്റ് സമയത്ത് പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് റെഡി ആയിട്ടോ. ആ കണ്ണിൽ ഉറക്കക്ഷീണൊക്കെ മാറാൻ വേണ്ടി കണ്ണൊക്കെ എഴുതിയിട്ടുണ്ട്. നല്ല പകുതി മയങ്ങിയിരിക്കുന്ന കേട്ടോ, നല്ലോണം ഉറക്കം വരുന്നുമുണ്ട്. ഇനിയിപ്പോൾ ട്രെയിനിൽ പോകുമ്പോൾ ഒന്നും കൂടെ നല്ലോണം ഉറക്കം വരും. അപ്പോൾ വേഗം ഇത് കുടിച്ചിട്ട് ഇറങ്ങട്ടെ കേട്ടോ. ബൂസ്റ്റ് ഇട്ടുകൊണ്ടിട്ട് മധുരം ഉണ്ട് കേട്ടോ. അപ്പം ബൂസ്റ്റ് ഞാൻ അങ്ങനെ എപ്പോഴും ഇടാറില്ല, പകരം ഡേറ്റ്സ് ഇടാറ് നേരത്തെ പറഞ്ഞ പോലെ. പക്ഷെ ഇപ്പം നല്ല മധുരം ഉണ്ട്, വേറെ മധുരമൊന്നും ആഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഒരു സ്പൂൺ, അര സ്പൂണ് ബൂസ്റ്റ് ഇട്ടിട്ടുള്ളൂ ജസ്റ്റ്. അപ്പോൾ തന്നെ ഇതിൽ ആവശ്യത്തിനുള്ള മധുരം ഉണ്ട് കേട്ടോ. അത്രയും മതി എനിക്കങ്ങനെ ഭയങ്കര മധുരമുള്ള സംഭവങ്ങൾ അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതെൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ട്രാം സ്റ്റോപ്പിലേക്ക് പോകുന്ന ആ ഒരു വിഷ്വൽസാണ് കേട്ടോ. ഇതൊക്കെ മുന്നേ ഞാൻ വീഡിയോയിൽ കുറേ തവണ കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ശരിക്കും ലേറ്റായിപ്പോയി. ഇപ്പോൾ അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ, പക്ഷെ ഞാൻ ജാക്കറ്റ് ഒന്നും എടുത്തില്ല. ഞാൻ ബസ് കാലത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ബസ് കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, അറിയത്തില്ല. ഇപ്പം സമയം 6 മണി കേട്ടോ. സമ്മർ ആയതുകൊണ്ടിട്ട് നല്ല വെളിച്ചമുണ്ട്. 6 മണിയാകുമ്പോൾ തന്നെ, 6 മണിക്ക് നല്ല 5 മണിക്ക്, ഒരു 4:30 ആ സമയത്ത് തന്നെ നല്ലോണം ഇതുപോലെ നേരം വെളുത്തുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഓടിക്കതച്ച് വന്ന് നിൽക്കുകയാണ്, പക്ഷെ ബസ് മാത്രം വന്നില്ല. ഈ ബസ് എപ്പോഴും ലേറ്റാണ് കേട്ടോ. ട്രാം എനിക്ക് മിസ്സായി, അതുകൊണ്ട് ബസ്സാണ് അവസാനത്തെ ഒരു ഇത്. അതല്ലെങ്കിൽ പിന്നെ അടുത്ത ട്രെയിനിന് ഇനി പോകാൻ പറ്റുള്ളൂ. നോക്കാം നമുക്ക് എന്തായാലും ബസ് വരുമോയെന്ന്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിപ്പെട്ടു കേട്ടോ. ഈ ഒരു മോണിറ്ററിൽ നോക്കിക്കാനും നമുക്ക് ട്രെയിനിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. പക്ഷെ കാലത്ത് തന്നെ എനിക്ക് 8-ൻ്റെ പണിയാണ് കിട്ടിയത് കേട്ടോ. DB എന്നെ ചതിച്ചു ഗൈസ്, എൻ്റെ ട്രെയിൻ ക്യാൻസലായി. നമ്മൾ നേരത്തെ വന്നതൊക്കെ വെറുതെ ആയി. ഇനിയിപ്പം സാധാ ടൈമിന് തന്നെ ചെല്ലേണ്ടി വരും. എത്തുമോയെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് ട്രെയിൻ ഇറങ്ങിയിട്ട് ഓടി പിടിച്ച് യൂണിവേഴ്സിറ്റി ചെല്ലേണ്ടി വരും. നേരത്തെ പറഞ്ഞ പോലെ 1ാമത്തെ സെമിനാറാണ് നമ്മുടെ. അപ്പം 5 മിനിറ്റ് മുന്നേ എങ്കിലും എത്തി ലാപ്ടോപ്പൊക്കെ സെറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ അത് നടക്കുമെന്നൊന്നും അറിയത്തില്ല, എന്തായാലും നോക്കാം. അതുകൊണ്ട് ഇപ്പം DBയിൽ പോസ്റ്റായിട്ട് ഇരിക്കുകയാണ്, റെയിൽവേ സ്റ്റേഷനിൽ വെറുതെ ഇരിക്കുകയാണ്. ഇനിയിപ്പം അടുത്ത ട്രെയിൻ 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമുക്ക് ഓരോരോ മണിക്കൂറിലാണ് ട്രെയിനുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിനിപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്, വേറെ വഴിയില്ല. പിന്നെ ഓൾറെഡി ലേറ്റായി, അതുകൊണ്ട് വേറൊരു ട്രെയിൻ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, കണക്ഷൻ ട്രെയിൻ പോലെ. പക്ഷെ അതും കിട്ടിയില്ല കേട്ടോ, കാരണം ഓൾറെഡി ഞാൻ ലേറ്റായിട്ടല്ലേ ഇറങ്ങിയത്. അപ്പോൾ അതുകൊണ്ടിട്ട് അതും കിട്ടിയില്ല. അങ്ങനെ മൊത്തത്തിൽ ഇവിടെ കുത്തിയിരിക്കുകയാണ് ഞാനിപ്പോൾ. അങ്ങനെ പോസ്റ്റായിട്ടിരുന്നപ്പോൾ ഞാൻ ഓർത്തു ജസ്റ്റ് ചുറ്റുപാടൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന്. റെയിൽവേ സ്റ്റേഷൻ അത്യാവശ്യം വലുതാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇതുപോലുള്ള ഷോപ്പുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അത്യാവശ്യം കോഫിയും സ്നാക്സൊക്കെ വാങ്ങാനുള്ള കടകളും പിന്നെ ചിലപ്പം സൂപ്പർ മാർക്കറ്റ്സുകളുണ്ടാവും. അതല്ലാത്ത കുറച്ച് ഷോപ്പുകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞാനൊരു അരമണിക്കൂറിന് മുകളിലായിട്ട് കാത്തിരിപ്പ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചിലപ്പം ട്രെയിൻ വരാറായിട്ടുണ്ടാകും, കുറച്ച് നേരത്തെ വരാറുണ്ട് ട്രെയിൻ. അപ്പോൾ നമുക്ക് എന്തായാലും പ്ലാറ്റ്ഫോമിൽ പോയിട്ട് നോക്കാം ട്രെയിൻ വന്നിട്ടുണ്ടോ എന്ന്. എന്നാൽ അതിൻ്റെ അകത്ത് കയറി ഇരിക്കാമല്ലോ. എനിക്ക് നല്ല സങ്കടമുണ്ട്, എന്നാലും കുഴപ്പമില്ല, കാരണം ഓൾറെഡി നല്ല ലേറ്റായിട്ടല്ലേ കടന്നത്. എന്നിട്ട് പിന്നെ ഇന്നിപ്പോൾ കഷ്ടപ്പെട്ടാണ് ഞാനൊരു മോട്ടിവേഷനിലാണ് എണീറ്റ് വന്നത്, ലേറ്റ് ആവരുത് എന്ന് ഓർത്തിട്ട്. മീൻസ് കറക്റ്റ് ടൈമിൽ തന്നെ സെമിനാർ സ്റ്റാർട്ട് ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ ഉണ്ട് ആ ട്രെയിൻ ക്യാൻസൽ. ഇടയ്ക്ക് ഇതുപോലെ DB പറ്റിക്കാറുണ്ട് കേട്ടോ. ചില സമയത്ത് ഡിലേ ആകും, ട്രെയിൻ ക്യാൻസലാകും, അങ്ങനത്തെ പരിപാടികളൊക്കെ നല്ല രീതിയിലുണ്ട് ഇവിടെ കേട്ടോ. അപ്പം അങ്ങനെയാണ്, എന്തായാലും പോയി നോക്കാം. Vorsicht bei der Einfahrt. മൊത്തം 11 ബാച്ചിൻ്റെ സെമിനാർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ സമയം 11:30 ആയി. അപ്പോൾ ഒരു 12-12:30 ആകുമ്പോഴത്തേക്കും മെൻസ് അടയ്ക്കും.
അപ്പോൾ ഇടയ്ക്ക് ഇന്ന് ചാടി ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് ഓർത്തു. കാരണം ഇത് തീരില്ല. നമ്മുടേത് ഫസ്റ്റ് ആയതുകൊണ്ട് നമ്മുടേതൊരു 8:30 ഒക്കെ ആയപ്പോഴത്തേക്കും തീർന്നു. അത് കഴിഞ്ഞ് 11:30 വരെ ഇരുന്നു. പക്ഷെ എനിക്ക് വിശക്കുന്നുമുണ്ട് ഭയങ്കരമായിട്ട്. മെൻസ് ക്ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കാൻ പറ്റില്ല. ഈവനിങ് 4 മണി വരെ നമുക്കിനി ക്ലാസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കണം. അപ്പോൾ ഞാൻ മെൻസിലേക്ക് പോവാണ്. ബാക്കി ഫ്രണ്ട്സ് എല്ലാവരും വരും. നമ്മൾ ക്ലാസ്സിൽ നിന്ന് പെട്ടെന്ന് എല്ലാവരും കൂടെ ഇറങ്ങുമ്പോൾ പുള്ളിക്കാർ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാത്രം ആദ്യം ഇറങ്ങി പോന്നു. അപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ മെൻസിലേക്ക് പോവാം. എനിക്ക് നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഇന്നലെ കിടന്നതും ലേറ്റായി, പിന്നെ രാവിലെ എണീറ്റതും ഒരുപാട് നേരത്തെ എണീറ്റല്ലോ. അപ്പോൾ നല്ലോണം ഉറക്കം വരുന്നുണ്ടായി. ഞാനവിടെ പിന്നെ കുറച്ച് നേരം ചാരി അങ്ങനെ കിടന്നുറങ്ങി കുറച്ച് നേരം ക്ലാസ്സിൽ തന്നെ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മെൻസിലേക്ക് പോവാം. ഞാൻ മെൻസിലേക്ക് പോകുന്ന വഴി കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. എനിക്കിഷ്ടപ്പെട്ട ലഞ്ചായിരുന്നു ഇന്ന് കേട്ടോ. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ഈ ഒരു പ്ലേറ്റ് കാണിച്ചിട്ടുണ്ട്. നഗറ്റ്സും വെജസും പിന്നെ ഒരു സോസൊക്കെ വന്നിട്ടുള്ള ഈ ഒരു പ്ലേറ്റ്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പ്ലേറ്റൊക്കെ ട്രെയിലേക്ക് മാറ്റി നേരെ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്കാണ് പോയത്. 12:30 ആയപ്പോഴത്തേക്കും അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണ് കേട്ടോ. അങ്ങനെ ക്ലാസ്സിൽ കയറി ലെക്ചറൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. സഹദിൻ്റെ ഐപാഡാണ് കേട്ടോ. ഞാൻ ഈ ഒരു ലെക്ചറിന് ഇതിലാണ് നോട്ട്സ് ചെയ്താറുള്ളത് പൊതുവെ. ഫസ്റ്റ് സെക്ഷൻ ക്ലാസ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് സെക്ഷനും ബ്രേക്ക് കിട്ടപ്പോഴത്തേക്കും ഞാൻ അവിടെ നിന്ന് ചാടി ഭയങ്കരമായിട്ട് ഉറക്കം വരുമായിരുന്നു. അപ്പോൾ പിന്നെ ഓർത്തു ഇരുന്നിട്ടും കാര്യമില്ല, ഭയങ്കര ഉറക്കക്ഷീണമായിരുന്നു. അപ്പോൾ ഇവിടെ യൂണിവേഴ്സിറ്റിൻ്റെ അടുത്ത് തന്നെയുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോയി അവിടെ പോയി കിടന്ന് ഉറങ്ങി കേട്ടോ. അപ്പോൾ ഉറങ്ങിയൊക്കെ എണീറ്റു. അപ്പോൾ തിരിച്ചു പോകാൻ വേണ്ടി നോക്കിയപ്പം ട്രെയിൻ പിന്നെയും ക്യാൻസലാണ്. എന്താണെന്നറിയില്ല, ഇന്ന് കുറേ ട്രെയിൻസ് ക്യാൻസലുണ്ട്. അപ്പോൾ കുറച്ച് സമയം കൂടെ കിട്ടി. അപ്പം ഫ്രണ്ടുമായിട്ട് ചുമ്മാ നടക്കാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു. യൂണിവേഴ്സിറ്റീൻ്റെ അവിടെ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ ചുമ്മാ നടക്കാൻ ഇറങ്ങിയിട്ട് ഇനി അടുത്ത വണ്ടിക്ക് പോകും. ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ ഒരു മെയിൻ ബിൽഡിംഗ് ആണ് കേട്ടോ. ഗ്രീൻ കളർ ബിൽഡിങ്ങും ഒരു റെഡ് കളർ ബിൽഡിംഗ് ഉണ്ട് തൊട്ടപ്പുറത്ത് കാണുന്നതില്ലേ. ഇത് രണ്ടുമാണ് നമ്മുടെ ഈ ഒരു ക്യാമ്പസിലെ മെയിനായിട്ട് വരുന്ന ബിൽഡിംഗ്. ഇതിൽ റെഡ് ബണ്ണാണ് എൻ്റെ കോഴ്സിൻ്റെ മെയിനായിട്ട് വരുന്ന ബിൽഡിംഗ് കേട്ടോ. ഞാനിവിടെ MSc ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ചെയ്യുന്നത്. കുറേ പേര് വിചാരിച്ചിരിക്കുന്നത് ഞാനിവിടെ ഹൗസ് ബിൽഡിംഗ് ആണ് ചെയ്യുന്നതാണെന്നൊക്കെയാണ് കേട്ടോ. പക്ഷെ ഞാൻ MSc ആണ് ചെയ്യുന്നത് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് മ്യൂളറിലേക്കാണ്. ഇത് എല്ലാ സിറ്റിയിലും എല്ലാ സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റുന്ന കോമൺ ആയിട്ടുള്ള ഒരു ഷോപ്പാണ്. നമുക്ക് അത്യാവശ്യം കുറേ സ്കിൻ കെയർ, പെർഫ്യൂംസ് അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ കിട്ടുന്ന ഒരു വലിയൊരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറേ ബ്രാൻഡഡ് പെർഫ്യൂംസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാനൊക്കെ ഇവിടെ വരാറുണ്ട്. കാരണം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പെർഫ്യൂംസും കാര്യങ്ങളൊക്കെ കിട്ടുക. പിന്നെ പെർഫ്യൂംസും കോസ്മെറ്റിക്സൊക്കെ മാത്രം കിട്ടുന്ന വേറെ കടയും ഉണ്ട് കേട്ടോ. ഇത് അതുപോലത്തെ ഒരു കടയാണ്, മ്യൂളറിനാണ് പേര്. നമ്മൾ ജസ്റ്റ് അവിടേക്ക് ഒന്ന് കറങ്ങി. വെട്ടം കുറവാട്ടോ. അങ്ങനെ ഇന്നത്തെ പരിപാടീസൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇപ്പം സമയം രാത്രി 7 മണിയായിട്ടോ. ഇവിടെ ഇപ്പം സമ്മർ ആയതുകൊണ്ടാണ് ഈ ഒരു വെളിച്ചമുള്ളത്. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കുമാണ് ഈ വെളിച്ചമൊക്കെ മാറുള്ളൂ. അതുവരെ ഇങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ പക്ഷേ സമയം 7 മണിയായി. ഞാൻ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ടയർഡായിരുന്നു. പക്ഷേ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തുകൊണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല. ക്ഷീണമൊക്കെ ഒന്ന് മാറി. നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് സെറ്റായി. ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ്. വീടെത്താനായി. ഇവിടെ നോക്കി കാണാൻ പറ്റും. കണ്ടോ, ഇതാണ് എൻ്റെ ആ ഒരു സ്ട്രീറ്റ്. നമ്മുടെ ഹോം ടൂറൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് പിന്നെ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് നേരെ പോയിട്ട് കേട്ടോ.
ഇനി എന്താ പരിപാടി എന്നറിയില്ല, എഡിറ്റ് ചെയ്ത് വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് വീഡിയോസൊക്കെ. ഞാൻ വീട്ടിലെത്തി, ഞാൻ കയറട്ടെ കേട്ടോ. അത് ഇതുപോലെ കുറച്ച് തിരക്കായതുകൊണ്ടാണ് കേട്ടോ. ക്ലാസ്സൊക്കെ ഫുള്ളും ഇതുപോലെയാണ്. രാവിലെ പോയി കഴിഞ്ഞാൽ വൈകിട്ടൊക്കെ ആകുമ്പോഴേ വരുള്ളൂ. പിന്നെ അങ്ങ് മടി പിടിക്കും. വീഡിയോ എടുക്കാനൊക്കെ ഷൂട്ട് ചെയ്യാനും എഴുതാനൊക്കെ മടിയാകും. പിന്നെ കുക്ക് ചെയ്യണം. വീട്ടിൽ വന്ന് കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ തന്നെ സമയം കുറയാവും. പിന്നെ വേറെ വർക്കുകളുണ്ട് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ കുറേ സമയം പോകും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഡിലേ ആവുന്നത്. എന്തായാലും നമ്മൾ എന്തൊക്കെ വീഡിയോ ചെയ്യണമെന്നൊക്കെ എനിക്ക് ഐഡിയ എല്ലാം ഉണ്ട്, എല്ലാം സെറ്റാണ്. പക്ഷേ സമയമില്ലാത്തതിൻ്റെ പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ എല്ലാം നമ്മൾ ചെയ്യും കേട്ടോ. എല്ലാം നമുക്ക് ചെയ്യാം. കുറച്ചും കൂടെ സമയം വേണ്ടി വരും. ഒന്ന് ഈ ഒരു തിരക്കൊക്കെ ഒന്ന് ഒഴിയണം. അപ്പോൾ എന്നിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കുറേ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ കുറേ ആൾക്കാരും ആ വീഡിയോ ചെയ്യും, ഈ വീഡിയോ ചെയ്യുന്നൊക്കെ പറയാറുണ്ട്. എല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നൊക്കെ ഉണ്ട്. കുറേയൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വഴിയെ വരുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോ കഴിഞ്ഞതിന് ഇനി അടുത്ത വീഡിയോ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഹാപ്പി ന്യൂസായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതെന്താണെന്ന് ഇപ്പം ഞാൻ പറയുന്നില്ല, സർപ്രൈസാണ്. അപ്പം ആ ഒരു വ്ളോഗ് എന്തായാലും നോക്കണം കേട്ടോ. അപ്പം അത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓണാക്കി ഇടുവാണെങ്കിൽ നമ്മൾ ആ വ്ളോഗ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. അപ്പോൾ ആ വീഡിയോ എന്തായാലും വരുമ്പോൾ കണ്ടു നോക്കണം കേട്ടോ. അടുത്തൊരു ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സോ അതെന്താണെന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോ വരുമ്പോൾ കാണാം. ഞാൻ വീട്ടിലെത്തി, ഞാൻ അകത്തേക്ക് പോട്ടെ കേട്ടോ. അങ്ങനെ റൂമിൽ വന്നു കേട്ടോ. കുക്കിങ്ങിൻ്റെയൊക്കെ കുറച്ചിങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. പക്ഷേ കിച്ചണിൽ ഭയങ്കര ലൈറ്റിങ് ഭയങ്കര കുറവാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് നല്ല ഭംഗിയിലൊന്നും വരത്തില്ല വീഡിയോ. ഭയങ്കര ലൈറ്റിങ് കുറവാണ്. ഞാൻ കിച്ചണിൽ പോകുമ്പോൾ കാണാറില്ല. അതൊരു ചെറിയൊരു ബൾബാണ് അവിടെ ഉള്ളൂ. അപ്പോൾ അത് പോരാ, ഒട്ടും ലൈറ്റിങ് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് കിച്ചണിൽ പോയിട്ട് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് കേട്ടോ. എന്തായാലും നോക്കാം. ലൈറ്റിന് മാറ്റാൻ അത് ഒരുപാട് മുകളിലാണ്. എനിക്ക് എന്തായാലും ഒറ്റയ്ക്ക് മാറ്റാൻ പറ്റില്ല, ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാണ്ടിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കാര്യം. ഇനിയിപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഇനി ഫ്രഷൊക്കെ വരണം, പിന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കണം. നാളെ എനിക്ക് വർക്ക് ഉണ്ട്. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഇങ്ങനെ ഫുൾ ഡേ ക്ലാസ് ആണെങ്കിൽ എപ്പോഴാണ് ജോലിക്ക് പോകുന്നതെന്നുള്ളത്. സാറ്റർഡേ സൺഡേ ആണ് ഇപ്പം ഈ ഒരു സെമ്മിൽ ഞാൻ ജോലിക്ക് കൂടുതലായിട്ടും പോകുന്നത് കേട്ടോ. അത് ഇത്രയും ടൈറ്റ് ഷെഡ്യൂൾ ആയതുകൊണ്ടിട്ടാണ്. കാരണം മൺഡേ ടു ഫ്രൈഡേ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. ഇല്ലാത്ത ദിവസം എന്ന് പറഞ്ഞാൽ ട്യൂസ്ഡേ, അതായത് ഇന്നിപ്പോൾ ഒരു മൺഡേ ആണ്, അപ്പോൾ നാളെ അന്നാണ് പിന്നെയും ക്ലാസ് ഇല്ലാത്തത്. എന്നാലും ക്ലാസ് ഉണ്ട്, പക്ഷേ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ക്ലാസ്സാണ്. എല്ലാ വീക്കിലും ഇല്ല, വിട്ട് ചില വീക്സിലൊക്കെ ക്ലാസ് ഉണ്ട്, അങ്ങനെയൊക്കെയാണ്. അപ്പം അങ്ങനെ അവധിയുള്ള ദിവസങ്ങളിൽ അങ്ങനെയും എടുക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ തൽക്കാലം പോകുന്നത്. നമുക്ക് വേറെ വഴിയില്ല. അപ്പോൾ അതുകൊണ്ട് സാറ്റർഡേ സൺഡേ ആണ് പോകുന്നത് കേട്ടോ. അതല്ല എന്നുണ്ടെങ്കിൽ ഓരോ സെം വരുമ്പോഴത്തേക്കും നമുക്ക് ഏതൊക്കെ ദിവസമാണ് ക്ലാസ് എന്നുള്ളത് അറിയാൻ പറ്റുമല്ലോ. സെം സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അപ്പോൾ അതനുസരിച്ചിട്ട് നോക്കും. വീക്കിൽ ഏതൊക്കെ ദിവസമാണ് ഫ്രീ എന്ന് നോക്കിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പറയുകയാണ് ചെയ്യാം. നമുക്ക് ഇന്ന ദിവസം ക്ലാസ്സുകളുണ്ട്, നമുക്ക് അന്ന് വർക്കിന് വരാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വലിയ സീനില്ല. നമ്മുടെ ഷെഫ് മാറ്റി തരാറുണ്ട്. ക്ലാസ് ആയതുകൊണ്ടിട്ടും നമ്മൾ പാർട്ട് ടൈം ആയതുകൊണ്ടും നമ്മൾ സ്റ്റുഡൻസ് ആണെന്ന് അറിയുന്നതുകൊണ്ടും നമുക്ക് എക്സാം അതുപോലെ ക്ലാസ് എന്നൊക്കെ പറയുമ്പം മിക്ക സ്ഥലത്തും സമ്മതിക്കും. അത് എല്ലാ സ്ഥലത്തും ഒരുപോലെ ആയിരിക്കണം എന്നില്ല കേട്ടോ. എൻ്റെ സ്ഥലത്ത് വലിയ കുഴപ്പമില്ല, പുള്ളി മാറ്റി തരാറുണ്ട്. ഓൾറെഡി നേരത്തെ പറയണമെന്നുള്ളൂ. നമ്മൾ ഈ തലേന്നൊക്കെ പോയിട്ട് പറയരുത്, കുറച്ച് നേരത്തെ പറയണം. പിന്നെ സെം സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ പറഞ്ഞു വെക്കും, ഇന്ന ദിവസങ്ങളാണ് വരാൻ പറ്റാത്തത്, വരാൻ പറ്റുന്നത് ഇതൊക്കെ ദിവസങ്ങളാണ് എന്നൊക്കെ പറഞ്ഞു വെക്കും. അതുകൊണ്ട് വലിയ സീനില്ല. അതുപോലെ തന്നെ എക്സാം ടൈമിൽ എന്താ ചെയ്യുന്നതെന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. എക്സാം ടൈമിലും ഇതുപോലെ തന്നെയാണ്. ഇനിയിപ്പോൾ അടുത്ത മാസം ഫുൾ എക്സാമുകളാണ്. അപ്പോൾ ഈ മാസം തന്നെ പറഞ്ഞു വെക്കും. എക്സാം ടൈം ഡേറ്റ്സ് എല്ലാം പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ പറഞ്ഞു വെക്കും, ഇന്ന ദിവസങ്ങളിൽ എക്സാം ആണെന്ന് പറയുന്നതിനേക്കാളും നമ്മളിങ്ങനെ ഈ മാസം വർക്ക് ചെയ്യാൻ പറ്റുന്ന ദിവസങ്ങളെന്നും പറഞ്ഞിട്ട് നമ്മളൊരു ലിസ്റ്റ് കൊടുക്കും. അപ്പോൾ അതിൽ നമ്മുടെ എക്സാമിൻ്റെ അന്നും അതിൻ്റെ തലേന്നും ഒക്കെ വരാത്ത രീതിയിൽ അങ്ങനെ നമ്മളുടെ കൺവീനിയൻ്റ് അനുസരിച്ചിട്ട് നമ്മൾ ഡേയ്സ് നോക്കിയിട്ട് സെറ്റാക്കിയിട്ട് നമ്മൾ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനിപ്പോൾ അയച്ചു കൊടുക്കണം. എക്സാം ഡേറ്റ്സ് ഒക്കെ വന്നു. അപ്പോൾ പിന്നെയും കുറച്ചും കൂടെ ഈ സെമ്മ് തീരാൻ പോകുന്നതിൻ്റെ ആ ഒരു റഷുമുണ്ട്. പിന്നെ ക്ലാസ്സസും എല്ലാ ലെക്ചേഴ്സും തീർക്കണമല്ലോ വേഗം. ഭയങ്കര ചെറിയ സെമ്മാണ് സമ്മർ സെമ്മ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്.
നമ്മളൊരു ഏപ്രിൽ 1 അല്ല ഒരു ഏപ്രിൽ മാസം തുടങ്ങിയിട്ട് ജൂൺ ലാസ്റ്റ് ആകുമ്പോൾ ലെക്ചേഴ്സ് ഫിനിഷ് ചെയ്യും. അതായത് 3 മാസം മാത്രമാണ് ഒരു സെമ്മുള്ളൂ. അപ്പോൾ അത്രയും ടൈറ്റ് ആയിരിക്കും. ലെക്ചേഴ്സ് തീർക്കണം. അതുപോലെ തന്നെ എല്ലാ ലെക്ചറിൻ്റെയും ഈ ലാബ് പോലത്തെ സംഭവങ്ങളും സെമിനാറും പ്രസൻറ്റേഷനും എല്ലാം തീർക്കണം. അപ്പോൾ അതിൻ്റെ ഒരു എല്ലാം കൂടെ ചേർന്ന് ഭയങ്കര സ്ട്രെസ്സായിരിക്കും ഈ ഒരു സമ്മർ സെമ്മിൽ. പക്ഷെ കഴിഞ്ഞ് കിട്ടിയ സെറ്റാണ്. കാരണം ആകെ ഇത്ര നാളല്ലേ ഉള്ളൂ. പെട്ടെന്ന് തുടങ്ങി പെട്ടെന്ന് തീരുകയും ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് ഇനിയുള്ള കാര്യങ്ങൾ. എന്തായാലും അതനുസരിച്ച് തിരക്കൊക്കെ ഒഴിയും എന്നനുസരിച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്നാലും വീഡിയോ ഇടുന്നുണ്ട്. ഭയങ്കര ഡിലേ വരാണ്ട്, എന്നാലും നല്ല ഡിലേ ഉണ്ട് എനിക്കറിയാം. ഞാൻ സാധാരണ ഇട്ടിരുന്നതിനേക്കാളും കുറച്ചും കൂടി ഡിലേയിലാണ് വരുന്നത്. എല്ലാം നമുക്ക് പതുക്കെ ആക്കാം. ഞാൻ സമയം കിട്ടുന്ന പോലെ എഡിറ്റ് ചെയ്തിടാം കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഇനി ഫ്രഷൊക്കെ ആയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കണം കുറച്ച് വീഡിയോ. പിന്നെ എന്താണോ മൂഡ് പോലെ എന്തെങ്കിലും ചെയ്യും. ചിലപ്പോൾ എന്തെങ്കിലും വീഡിയോ കണ്ടിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നാളിനിപ്പം ക്ലാസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ്. യൂണിവേഴ്സിറ്റിയും കാര്യങ്ങളൊന്നും ഒരുപാട് കാണിക്കാനും നമ്മൾ ഓൾറെഡി യൂണിവേഴ്സിറ്റി ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് റിപ്പീറ്റഡ്ലി കാണിക്കാനത്. അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെയും കാണിക്കാനത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഇതുപോലത്തെ വീഡിയോസ് കാര്യങ്ങളുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ പറയാം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ എല്ലാം നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്. സമയം കുറവ് കൊണ്ടിട്ടാണ്. പക്ഷെ എന്നാലും ചെയ്യാം, മാക്സിമം ചെയ്യാം. പക്ഷെ എന്നാലും അയച്ചിട്ടുള്ളൂ. ഞാനെല്ലാം നോട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് ഫ്രീ ആവുന്ന പോലെ വീഡിയോസ് ഓരോന്നായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യും. അപ്പോൾ അതെന്തായിരിക്കും എന്നുള്ളത് ഗസ് ചെയ്യാൻ പറ്റുന്നവർ ഗസ് ചെയ്ത് നോക്കും കേട്ടോ. ആരാ ശരി ഉത്തരം പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഞാൻ കൂടുതലും ഇൻഫോർമേഷൻ വീഡിയോ മാസ്റ്റേഴ്സിൻ്റെ റിലേറ്റഡാണ് ചെയ്യാറ് കേട്ടോ. കാരണം എനിക്കത് മാത്രമാണ് അറിയുന്നത്. ഞാൻ മാസ്റ്റേഴ്സ് ഇവിടെ ചെയ്യുന്നതുകൊണ്ടിട്ട് ഞാൻ കുറേ വീഡിയോസിലത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പം മാസ്റ്റേഴ്സിന് വേണ്ടി വരുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വെച്ചിട്ട്. അതല്ലാതെ എനിക്ക് ഒരുപാട് വേറെ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ സാധാരണ ഒരു സ്റ്റുഡൻ്റാണ്. ഞാൻ ബാക്കിയുള്ള ഇപ്പോൾ മൗസ് ബിൽഡിങ് അങ്ങനത്തെ കോഴ്സുകൾ അങ്ങനത്തെ കാര്യങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അങ്ങനെ എനിക്ക് വലിയ ഐഡിയ ഇല്ല. അതിനെപ്പറ്റി അങ്ങനെ റിസർച്ച് ചെയ്ത് പോവാറില്ല. അപ്പോൾ എനിക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുമ്പോൾ ആർക്കെങ്കിലൊക്കെ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആവട്ടെ എന്ന് വെച്ചിട്ട് എനിക്കറിയുന്നതാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അതാണ് കുറേ കാര്യങ്ങൾ എനിക്കറിയാത്തത്. ഞാൻ അറിയില്ല എന്ന് പറയാറുണ്ട്. പിന്നെ നമ്മൾ കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. എനിക്കറിയില്ല എന്നുള്ളത് ഞാൻ അറിയില്ല എന്ന് പറയാറുണ്ട് കേട്ടോ. അതൊന്നുകൂടെ റീമെൻഷൻ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിലും എന്തായാലും പറയണം. പിന്നെ എന്തായാലും മാസ്റ്റേഴ്സിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാം കേട്ടോ. ബാക്കിയുള്ളത് ഇപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ആപ്ലിക്കേഷൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഓൾറെഡി നമ്മൾ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തായാലും ഉടനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം അത് അത്യാവശ്യം നല്ലൊരു അടിപൊളി ഒരു സ്റ്റോറിയാണ്. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് കുറേ ഞാൻ കാണിച്ച മണ്ടത്തരങ്ങളും ഈ ആദ്യമായിട്ട് വരുന്നവർ പല മണ്ടത്തരങ്ങളും കാണിക്കുമല്ലോ. അങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അതിൽ നിന്ന് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാണ്ടിരിക്കാം എന്നുള്ളത് പഠിക്കാൻ പറ്റും. അതാണ് മെയിൻ കാര്യം. അപ്പോൾ അതെന്തായാലും ഷെയർ ചെയ്യാം. ഫസ്റ്റ് ടൈം വരുന്ന ആൾക്കാർ ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ അത്രയും ഒരു വല്ലാത്തൊരു ട്രാവൽ എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെത് കേട്ടോ. അപ്പോൾ അതും ഞാൻ പറയാം. അങ്ങനെ പിന്നെ കുറേ പേര് ചോദിക്കേണ്ട അക്കോമഡേഷൻ ഫൈൻഡിങ്ങും പാർട്ട് ടൈം ഫൈൻഡിങ്ങിൻ്റെയൊക്കെ ആ ഒരു സ്റ്റോറി പറയണം എന്നുള്ളത്. ഇപ്പം 2 ഇയർ ആവാറായി ഞാൻ ഇവിടെ വന്നിട്ട്. 2 ഇയർ ആയി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ സിറ്റി മാറി, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഇടയിലൊക്കെ എങ്ങനെയാണ് പാർട്ട് ടൈമും അക്കോമഡേഷനും ഒക്കെ സെറ്റ് ചെയ്തെന്നുള്ള സ്റ്റോറിയും പറയാം കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോഴും നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. ഞാൻ ചെയ്തതും എനിക്കെങ്ങനെ എളുപ്പത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്നുള്ളതും ഒക്കെ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ടൈം വരുന്നവർക്കൊക്കെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് ചെറിയൊരു ഐഡിയ കിട്ടും. ഞാൻ കാണിച്ചിട്ടുള്ള മണ്ടത്തരങ്ങളും ഉണ്ട്. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.